നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാര്യവട്ടം ക്യാമ്പസിനുള്ളിൽ മനുഷ്യന്റെ അസ്ഥിക്കുടം കണ്ടെത്തിയ സംഭവത്തിൽ പ്രദേശവാസികൾ ഉൾപ്പെടെ ആശങ്കയിലാണ്. ബോട്ടണി ഡിപ്പാർട്ട്മെന്റിനോട് ചേർന്ന വാട്ടർ അതോറിറ്റിയുടെ പഴയ ടാങ്കിനുള്ളിലാണ് അസ്ഥിക്കുടം കണ്ടെത്തിയത്. കഴക്കൂട്ടം പോലീസും കഴക്കൂട്ടം ഫയർഫോഴ്സും സ്ഥലത്തെത്തി പരിശോധന നടത്തി. വർഷങ്ങൾക്ക് മുൻപ് വാട്ടർ അതോറിറ്റി ഉപയോഗിച്ചിരുന്ന ടാങ്കിലാണ് അസ്ഥിക്കുടം കണ്ടെത്തിയത്. വാട്ടർ ടാങ്കിന്റെ മാനുവൽ ഹോൾ വഴിയാണ് 15 അടി താഴ്ചയിലുണ്ടായിരുന്ന അസ്ഥിക്കുടം കിടക്കുന്നത് കണ്ടത്. പ്രദേശം മുഴുവൻ കാട് പിടിച്ച് കിടക്കുന്നതിനാൽ ആരും ഇവിടേക്ക് പോകാറില്ലായിരുന്നു. ക്യാമ്പസിലെ ജീവനക്കാരനാണ് ആദ്യം അസ്ഥിക്കുടം കണ്ടത്. കഴക്കൂട്ടം ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയെങ്കിലും മതിയായ സുരക്ഷയില്ലാതെ ടാങ്കിനുള്ളിൽ ഇറങ്ങാൻ കഴിയാത്തതിനാൽ മടങ്ങി. വ്യാഴാഴ്ച രാവിലെ ഫോറൻസിക് വിഭാഗം എത്തിയ ശേഷം ഫയർഫോഴ്സിന്റെ സഹായത്തോടെ അസ്ഥിക്കുടം പുറത്തെടുക്കുമെന്നും കഴക്കൂട്ടം പോലീസ് പറഞ്ഞു. ക്യാമ്പസിനുള്ളിലെ നിറയെ കാട് പിടിച്ച അവസ്ഥയാണ്. യക്ഷിയുടെയും അപസർപ്പ കഥകളുടെയും കേന്ദ്രമായ ഹൈമാവതി കുളവും ഈ ക്യാമ്പസിൽ തന്നെയാണ്. ഹൈമാവതി ജീവിച്ചിരുന്നോ ഇല്ലയോ എന്ന് ഉറപ്പില്ല. എങ്കിലും ഹൈമാവതി യക്ഷിയായി മാറിയെന്ന് വിശദീകരിക്കുന്ന ഒട്ടേറെ കഥകളുമുണ്ട്. കാര്യവട്ടം ക്യാമ്പസിലെ ഒരു ഗവേഷക വിദ്യാർത്ഥിയായിരുന്നു ഹൈമാവതി. ബ്രാഹ്മണ കുടുംബത്തിൽ പിറന്ന അതിസുന്ദരി. പഠനകാലത്ത് താഴ്ന്ന ജാതിയിൽപ്പെട്ട യുവാവുമായി പ്രണയത്തിലായി. പ്രണയം വീട്ടിലറിഞ്ഞു. വീട്ടുകാർ എതിർത്തു. ഹൈമാവതി പ്രണയത്തിൽ ഉറച്ചു നിന്നു. വാശിയേറിയ വീട്ടുകാർ കാമുകനെ തല്ലിക്കൊന്നു. വിഷമം സഹിക്കാതെ ഹൈമാവതി കുളത്തിൽ ചാടി മരിച്ചു. കാര്യവട്ടം ക്യാമ്പസിലെ അക്കേഷ്യ കാടിനുള്ളിലാണ് ഈ കുളം. ഹൈമാവതി ചാടി മരിച്ചെന്ന വിശ്വാസത്തിൽ കുളത്തിന്റെ പേര് ഹൈമാവതി കുളം എന്നായി. പിന്നീട് പല പല യക്ഷിക്കഥകൾ പിറന്നു തുടങ്ങി. തങ്ങി നിറഞ്ഞ അക്കേഷ്യ-കാട്, പാമ്പുകളുടെ വാസസ്ഥലമായ അടിക്കാടുകൾ, ഇതിനിടയിലാണ് ഹൈമാവതി കുളം. കുളത്തിന്റെ അടുത്തേക്ക് പോകരുതെന്നാണ് ക്യാമ്പസിലെത്തുന്ന വിദ്യാർത്ഥികൾക്ക് പതിറ്റാണ്ടുകളായി ആദ്യം കിട്ടുന്ന ഉപദേശം. വിശ്വസിപ്പിക്കാൻ പലവിധ അപസർപ്പക കഥകളും. രാത്രിയിൽ ഹൈമാവതി ഇറങ്ങും. കാമുകനെ തേടി കാട്ടിലൂടെ നടക്കും. അതിന്റെ ലക്ഷണമാണ് കുളത്തിന് ചുറ്റും ശക്തമായി വീശുന്ന കാറ്റ്. കുളത്തിനടുത്തെത്തിയാൽ പലവിധ ശബ്ദം കേൾക്കാം. നിലാവുള്ള ദിവസങ്ങളിൽ കുളത്തിന്റെ അടിത്തട്ടിൽ ഹൈമാവതിയുടെ രൂപം കാണാം. ഇങ്ങനെ കഥകൾ പലതും പിറന്നു. തലമുറകൾ മാറി മാറി പറഞ്ഞ് തീവ്രത കൂടി. രാജ്യത്തെ നിഗൂഢമായ സ്ഥലങ്ങളിലൊന്ന് ഗൂഗിളിൽ തിരഞ്ഞാൽ ആദ്യം കിട്ടുന്ന പേരുകളിലൊന്നായി കാര്യവട്ടം ക്യാമ്പസ് മാറി. എന്നാൽ ഹൈമാവതി എന്ന യക്ഷിയെ സൃഷ്ടിച്ച് പേടിപ്പെടുത്തുന്ന കഥകൾ പ്രചരിപ്പിച്ചതിന് പിന്നിൽ മദ്യപാനികളും ലഹരി കച്ചവടക്കാരും അടങ്ങുന്ന സാമൂഹിക വിരുദ്ധരാണെന്നാണ് മറ്റൊരു യാഥാർത്ഥ്യം. ക്യാമ്പസിലെ ഈ പ്രദേശത്തേക്ക് ആരെയും കടത്തിവിടാതെ അവരുടെ കേന്ദ്രമാക്കി മാറ്റുകയായിരുന്നു ലക്ഷ്യമെന്നും അഭ്യൂഹങ്ങളുണ്ട്.